ഗായ്സ് എല്ലാവർക്കും നമസ്കാരം. ഹായ് പറയും. ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് പുഷ്പ 2 സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ എന്താ പറയുക പഴശ്ശിരാജാൻ്റെ പാർക്ക്, മാനന്തവാടി സ്ഥിതി ചെയ്യുന്ന പഴശ്ശിരാജ പാർക്ക് കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പഴശ്ശിരാജ പാർക്കിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ എൻട്രി ഫീസായിട്ട് വരുന്നത് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ്. പിന്നെ ക്യാമറ യൂസ് ചെയ്യുന്നതിന് 50 രൂപയും മൊബൈൽ ക്യാമറ യൂസ് ചെയ്യുന്നതിന് 10 രൂപയാണ്. അതൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ ക്യാമറയ്ക്ക് 250. പഴശ്ശിരാജാൻ്റെ കുടീരാട്ടോ ഇത് പഴശ്ശി പാർക്ക്, അതായത് മാനന്തവാടി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ അടുത്താണ്. അപ്പോൾ പഴശ്ശിരാജ കുടീരം നമുക്കിപ്പോൾ കാണാം. ഇതാണ് ഈ കാണുന്നതാണ് ഈ പാർക്കിംഗ് കേട്ടോ. അപ്പം കുഞ്ഞണി പഴശ്ശിക്കുടീരം കാണാൻ പോവാ. ഇവിടെ പുല്ലില് പഴശ്ശിരാജാന്ന് എഴുതിയത് കാണിച്ചു തരാം. ഇടിയിൽ പഴശ്ശിരാജ ദുർഭരണത്തിനെതിരെ പോരാടിയ ആദ്യകാല നായകളിൽ ഒരാളായിരുന്നു വീര കേരള പഴശ്ശിരാജ. AD 1805 നവംബർ 30 പുൽപ്പള്ളിയിലെ മാവിലാന്തോട്ടിൽ വെച്ച് രക്തസാക്ഷിയായി. വീരപഴശ്ശിയുടെ മൃതദേഹം അന്നത്തെ ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്ന DH ബാബറുടെ മഞ്ചത്തിൽ കിടത്തി മാനന്തവാടിയിലെ ഈ മണ്ണിൽ കൊണ്ടുവന്ന് സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. നമ്മൾ കുടീരത്തിനടുത്തെത്തി കേട്ടോ. എന്താ പഴശ്ശിരാജൻ്റെ ഒരു രൂപം ഇങ്ങനെ സിമെൻറ്റിൽ ഇങ്ങനെ ചെയ്തിട്ട് വാളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ. കുറേ ആളുകൾ. ടൈലൊക്കെ ഇങ്ങനെ നിരത്തിയിട്ട് നല്ല കൊത്തുപണികളോട് കൂടി എന്താ പറയുക ഒരു 4 തൂണും പിന്നെ എന്താ പറയുക പഴശ്ശി കുടീരം എന്ന് എഴുതി വെച്ചേക്കുന്ന ഒരു ബോർഡ്. മുകളിൽ മരം കേട്ടോ, തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അതിൻ്റെ മുകളിൽ ഓടായിരിക്കാം ചാൻസ്. ഓടല്ല, പുതിയ മോഡൽ എന്താ പറയുക നനയാതിരിക്കാനുള്ള സെറ്റപ്പായിരുന്നു. ആദ്യം ഓടായിരുന്നു കേട്ടോ. ഇനി അപ്പത്തേനും ഓടിക്കളി തുടങ്ങി. കുഞ്ഞണി ഹായ് പറ. ഹായ്. എവിടെ പുല്ല് വെച്ചിട്ട് പഴശ്ശിയുടെ ബുഷ് ചെടി വെച്ചിട്ട് പഴശ്ശിയുടെ എന്താ പറയുക കട്ടിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. തൊട്ടടുത്ത് വാളാന്ന് തോന്നുന്നല്ലേ. ഈ കാണുന്ന വാള്, തലയണ, പിന്നെ അവിടെ എന്തോ അങ്ങനെയൊക്കെ. എക്സ്പ്ലോർ ചെയ്യുന്ന കുഞ്ഞുമണി കേട്ടോ. അല്ല കുഞ്ഞുമണി, മൊത്തം കണ്ടു കിടക്കുന്ന നീയല്ലേ അല്ലേ? നോയ അവൻ കണ്ടു കിടക്കുന്ന അവനല്ല, അച്ഛ കേട്ടോ. മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റൽ അടുത്തുണ്ട് കേട്ടോ. മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റലില്ല, മാനന്തവാടി മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിനടുത്താണ് ഈ കാണുന്ന കുടീരം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, പൂക്കളൊക്കെ ആയിട്ട് നല്ലോണം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഈ കാണുന്ന ഈ എന്താ പറയുക ഈ
പ്രദേശമില്ലേ, ഇതിൻ്റെ താഴെ ഒരു അണ്ടർഗ്രൗണ്ടിലാണ് പഴശ്ശിയുടെ എന്താ പറയുക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മുകളിലും മ്യൂസിയം ഉണ്ട്, താഴെ ഇതിൻ്റെ താഴെ കേട്ടോ, നമ്മൾ ഈ കാണുന്നതിൻ്റെ താഴെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. പക്ഷേ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചെരുപ്പ് അഴിക്കണം. ഇതാണ് അകത്തേക്കുള്ള വഴി കേട്ടോ. ഇതിലെ താഴോട്ട് ഇറങ്ങിപ്പോണം. അതിവിടെ രജിസ്റ്റർ ഉണ്ട്, രജിസ്റ്ററിലെ പേര് ഇതാ. ഞാൻ മുകളിൽ നിന്ന് പറഞ്ഞില്ലേ, ആദ്യത്തെ പഴശ്ശിരാജ കുടീരം 1980-ലും 1990-ലും ഇങ്ങനെയായിരുന്നു. ഇതിപ്പോഴത്തെ വരച്ചതാട്ടത്. ഇത് പഴശ്ശിരാജ മ്യൂസിയമാണ് കോഴിക്കോടുള്ളത്. ഇത് കുഞ്ഞാലിമരക്കാർ സ്മാരക മ്യൂസിയം വടകര. ഇത് ശക്തൻ തമ്പുരാൻ കോട്ടയം തൃശ്ശൂരുള്ള മ്യൂസിയം. ഇത് ചുമർ ചിത്രകലാ മ്യൂസിയം തൃശ്ശൂർ. ഇത് ജൂതപ്പള്ളി. ഇത് ഹിൽ പാലസ് തൃപ്പൂണിത്തറ. ഇവിടെ നമുക്കൊരു ദിവസം പോകണം. അവിടെ എറണാകുളം പോകുമ്പോൾ വേണം അവിടെ പോകാൻ. കൃഷ്ണപുര കൊട്ടാര കായംകുളം. വേലുത്തമ്പി തളവ മ്യൂസിയം മാനന്തവാടി. കൊട്ടാരക്കര തമ്പുരാൻ മ്യൂസിയം കൊട്ടാരക്കര. കോട്ടയ്ക്കൽ കൊട്ടാരം നെടുമങ്ങാട്. പത്മനാഭപുരം കൊട്ടാരം. ഞാൻ കേട്ടോ ഈ ചുവരിലിങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് നമ്മുടെ ഹിസ്റ്റോറിക് പ്ലേസുകളാണ് കേരളത്തിൽ. അത് പഴശ്ശിരാജയുടെ സമരചരിത്രം മൊത്തം ഇവിടെ ഇങ്ങനെ ബോർഡുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം. എന്നത് പഴശ്ശിരാജ എന്താ പറയുക, അന്നത്തെ കാലത്ത് ആ പഴശ്ശിരാജ ചെയ്ത തെറ്റുകൾ, അതായത് അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ എഴുതിയതും പിന്നെ പഴശ്ശിരാജയുടെ മരണം അതിനെയൊക്കെ സംബന്ധിച്ച രേഖകളാട്ടോ. അതിൻ്റെ രേഖകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് പഴശ്ശിരാജ ഓർഗനൈസ് ചെയ്ത ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. ഈ കാണുന്നതാണ് പഴശ്ശീൻ്റെ കാലഘട്ടത്തിലെ വാള്, പഴയ അമ്പും വില്ലും. അത് കഴിഞ്ഞ് നമ്മൾ കാണാൻ പോകുന്നത് ഗോത്ര ഗാലറി കേട്ടോ. ഇതാണ് ഗോത്ര ഗാലറി. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ചാടയാന്ന് പറയുന്ന സാധനം കേട്ടോ. ഈ കാണുന്നത് കൊട്ട, പിന്നെ അതെന്താ, അതും ചാടേൻ്റെ ചെറുതല്ലേ. പിന്നെ ആ മീൻ കൊണ്ടുവരുന്ന സാധനം, അത് മീൻ പിടിച്ചിട്ട് കൊണ്ടുവരുന്ന കൂടെ. മീൻ പിടിച്ചിട്ട് കൊണ്ടുവരുന്ന കൂട. പിന്നെ ഇതെന്താ സംഭവം, എന്താണെന്ന് അറിയത്തില്ല. തുടീൻ്റെ ആണോ? തുടീൻ്റെ സൈഡ് പോലെ ഉണ്ടല്ലേ, തുടീൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതാ തുടി, ഒറിജിനൽ തുടി ഇവിടെ ഉണ്ട്. അന്നത്തെ കച്ചി കൊണ്ട് മേയ്ച്ച കുടിൽ കേട്ടോ. പണ്ടത്തെ ആൾക്കാരിവിടെ കച്ചി മേഞ്ഞ വീടെന്ന് പറയും കേട്ടോ. ഏണി. പണ്ട് ഈ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കോണി ലാഡറൊക്കെ പോലെ പണ്ട് കയറാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏണി കിട്ടും. ഇപ്പോൾ വയനാട്ടിൽ ഇതൊക്കെ ഉണ്ട്, പുറത്തുള്ള ആൾക്കാർക്ക് മാത്രം. പിന്നെ ഈ പണിക്കൊക്കെ പോകുമ്പോൾ പറമ്പുകളിൽ പിള്ളേരെ കൊണ്ടുപോകും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ തൊട്ടിലിൽ ഇങ്ങനെ കിടത്തും ചെറിയ പിള്ളേർ, എന്നിട്ട് അവർ ജോലി ചെയ്യും. അങ്ങനെയായിരുന്നു അന്ന് ജീവിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഓർമ്മയുണ്ട്. പിന്നെ അമ്പുണ്ട് ഇവിടെ. പിന്നെ അതേപോലെ ഈ കാണുന്ന വിളക്കാട്ടോ, വിളക്ക്. പിന്നെ ഇതെന്താ, ഇത് മീൻകൂട പോലെ ഉണ്ടല്ലേ. ഇത് ഇങ്ങനെയാണ്. നെല്ലിട്ട് വെക്കുന്ന എന്തോ സെറ്റപ്പ് കേട്ടോ. അന്നത്തെ അതൊക്കെ ഭംഗിയായിട്ട് അവരിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റിയത് പഴയ കിണ്ടികളൊക്കെ. പിന്നെ ഇതെന്താണ് സംഭവം, ഇത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സംഭവം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. പിന്നെ മഴ നനയാതിരിക്കാൻ വേണ്ടി ഇപ്പം പ്ലാസ്റ്റിക് നമ്മുടെ 100 രൂപേൻ്റെ കോട്ടൊക്കെ ഇല്ലേ,
പലവർണ്ണ കോട്ട്, അതേപോലെ പണ്ട് അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കേട്ടോ. ഈ ഇല്ലിയിൽ ഈ മുളയിലല്ലേ ഇത് ചെയ്തേക്കണേ, ഈ മുളയിൽ ഇങ്ങനെ ചെയ്തിട്ട് അതിനകത്തിങ്ങനെ മെഴുകി, അതായത് ചാണകം കൊണ്ട് മെഴുകിയിട്ടാണ് അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാണ് യഥാർത്ഥത്തിൽ മീൻകൂട, വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് മീൻ പിടിക്കുന്ന മീൻകൂട. ഈ കാണുന്നത് അന്നത്തെ എന്താ പറയുക തൊഴുത്ത്. ഇതേപോലത്തെ കൺസ്ട്രക്ഷൻ ആയിരുന്നു കേട്ടോ വയനാട് മൊത്തം അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. ഈ കാണുന്നത് കലപ്പയാണ്, മണ്ണ് ഉഴുതി മറിച്ച് കൃഷി ചെയ്യാൻ. അന്ന് കൃഷി രീതിയായിരുന്നു, അന്നത്തെ കൃഷി രീതിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ഇതും അതേപോലത്തെ സംഭവം, പഴയ കുന്നും മലകളൊക്കെ. പിന്നെ ഈ കാണുന്നതാണ്, ഇതെന്താ സാധനം? ഇത് മൊത്തം പണ്ടത്തെ അടുക്കളേൻ്റെ ഒരു മാതൃകയാ, ഫുൾ അടുക്കള. ആ ശരിയാ, ഇത് മൊത്തം പണ്ടത്തെ അടുക്കളേൻ്റെ ഒരു മാതൃക കേട്ടോ. അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അരകല്ലോ, ഇതെന്താ ഉരുളല്ലേ, ഉരുള്. പിന്നെ ഇതാ നെല്ലിടിക്കുന്ന സംഭവം, ഒലക്ക. അതന്നെ, അതിന് പേരാ മറന്നു, ഒലക്ക കേട്ടോ, ഒലക്ക. പിന്നെ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ ഉണ്ണിയപ്പച്ചട്ടി, കലങ്ങളൊക്കെ. നന്നങ്ങാടി കേട്ടോ, പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നന്നങ്ങാടി ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ആൾപ്പെരുമാറ്റം തുടങ്ങി ആളും കോളും പെരുകി നാട്ടധികാരം ഉറച്ച് ആക്രമണങ്ങൾക്കെതിരായി അധിനിവേശത്തിൻ്റെ പിടിയിലമർന്ന് വിവിധ അനുഭവഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന വയനാട് പ്രദേശത്തിൻ്റെ ചരിത്ര കാഴ്ച. എന്താ സെറ്റപ്പിൽ. ഇതാണ് അമ്പൂത്തി മലയിലെ ചിത്രം. പിന്നെ ഈ കാണുന്നത് തേവരിമല, അമ്പലവേൽ തന്നെയുള്ള തേവരിമല. അതായത് ആൾപ്പെരുമാറ്റം തുടങ്ങി അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ വയനാട്ടിൽ മനുഷ്യർ വസിച്ചിരുന്നു, അവർ ചെയ്ത കൊത്തുപണികളൊക്കെ തുടങ്ങിയെന്ന് പറയുന്നതാണ് നേരത്തെ ഞാൻ വായിച്ചില്ലേ ആ സംഭവം കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഇതാണ് 4 കാലുള്ള മൺപാത്രം, ഇരുമ്പ് യുഗത്തിലുള്ളതാണ്. പിന്നെ കറുപ്പും ചുവപ്പും കലർന്ന മൺപാത്രം ഈ കാണുന്നത്. പിന്നെ ഈ മൺപാത്രം എന്ന് പറഞ്ഞാൽ വാളയൻ, ഇരുമ്പ് യുഗത്തിലുള്ള കേട്ടോ ഈ മൺപാത്രം. പിന്നെ 4 കാലുള്ള മൺപാത്രം, അതിൻ്റെ ഒരു വലുതാട്ടോ ഈ കാണുന്നത്. പിന്നെ ഇത് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. നമ്മൾ ഇന്നാൾ പോയി ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നില്ലേ, ആ മഹാവിഷ്ണു ക്ഷേത്രം പണ്ടത്തെ എങ്ങനെ ഇരുന്നതെന്ന് കേട്ടോ ഈ കാണുന്നത്. പിന്നെ താഴേക്കാവ് ലിഖിതം, ഇതാണ് നമ്മൾ കുറേ നോക്കിയത്, പക്ഷെ താഴേക്കാവിൽ ഈ സംഭവം കണ്ടിട്ടില്ല. പിന്നെ ഈ കാണുന്ന തന്നെ വീരക്കല്ല്, വാണിജ്യ ബന്ധങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, അതായത് ആന വലിക്കുന്നതും അവരുടെ അന്നത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് യഥാർത്ഥത്തിൽ വീരക്കല്ലിൻ്റെ ഫോട്ടോ ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ് കല്ലിൽ വീരക്കല്ല് കണ്ടോ. ഈ കാണുന്നത് വേണിച്ചിറട്ടുണ്ട്, ഇതും വീരക്കല്ലാട്ടോ. ഈ കാണുന്നത് ദേവീൻ്റെ വിഗ്രഹം പോലെ. പിന്നെ അന്നത്തെ അവരുടെ ഇതാണ്, അവർ കൊത്തി ഉണ്ടാക്കിയതാണ്. അതാണ് ജൈനക്ഷേത്രം. ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ കഴിയില്ല. അപ്പോൾ വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ജൈനക്ഷേത്രത്തെ കാണാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ളത് എന്താ പറയുക കൃഷ്ണശിലയിൽ പണിതേക്കുന്ന കല്ലമ്പലമാണ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയല്ല ഉള്ളത്, ഇതിൻ്റെ എന്താ പറയുക റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇത് കിടങ്ങനാട് ജൈനക്ഷേത്രം കേട്ടോ, കിടങ്ങനാട്. പിന്നെ ഇതിപ്പോൾ ഇല്ല കേട്ടോ, ഇത് നമുക്ക് മിസ്സായി. ഈ സംഭവം നമുക്ക് ശരിക്കും മിസ്സായിട്ടുണ്ട്. കാരണം ഇത് ഇപ്പം അങ്ങനെ ഇല്ല, നമ്മുടെ മാനന്തവാടി തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് ഈ സംഭവം കേട്ടോ. ഇതെന്ന് പറയുന്നത് സുൽത്താൻ്റെ മരുന്നുകളുടെ അവശേഷം സൂക്ഷിച്ചിരുന്ന മാനന്തവാടിയിലെ സ്ഥലമാണ്. ഇത് താഴെങ്ങാടി ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ സ്ഥലം അവിടെ ഇല്ല കേട്ടോ. ഇത് 2004 പഴശ്ശി കുരുടീരം ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇതാണ് ഇപ്പോൾ ഇത്ര ഡെവലപ്പായിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ല. ഇനി ബാക്കി കാണാൻ പോകുന്നേ ഉള്ളൂ. നമ്മളിനി കാണിക്കാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത്ര പാർക്ക് പോലെയും അത്ര സെറ്റപ്പ് ആക്കിയത് എന്താ പറയുക ഇങ്ങനെ ഇരുന്ന ആ അവസ്ഥയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി പഴയ നാണയവും അങ്ങനത്തെ സംഭവ ശേഖരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കാണാൻ പോകാം. നാണയങ്ങൾ, നാണയ ശേഖരം കേട്ടോ. ഇവിടുത്തെ ടിപ്പു സുൽത്താൻ്റെ നാണയങ്ങൾ. ഇത് പഴയ ടിപ്പു സുൽത്താൻ്റെ നാണയങ്ങൾ കേട്ടോ. ടിപ്പു സുൽത്താൻ്റെ പൈസ, OBV റിവ്യൂ, എന്തോ ഉദ്ദേശിച്ച് എനിക്കറിയില്ല. പിന്നെ ഈ കാണുന്നതാണ് ₹1. അത് അങ്ങനെ കാണാൻ കിട്ടില്ല, അതിൻ്റെ ശേഖരം ഇവിടെ ഇല്ല കേട്ടോ. ₹1. പിന്നെ ഈ കാണുന്നതാണ് ₹1, പണ്ട് കാലത്ത് ₹1. പിന്നെ ഈ കാണുന്നതാണ് 2 അണ. 2 അണ കണ്ടോ. പിന്നെ 1 പൈസ, ഇതാണ് 1 പൈസ. പിന്നെ ഡച്ച് നാണയമാട്ടോ ഈ കാണുന്ന കേട്ടോ. അണ പൈസ കിട്ടില്ല, 1 അണ പൈസേൻ്റെ പേര് ഇതുണ്ടോടാ നിനക്ക് നിൽക്കുന്നത് ആ അണയാട്ടോ ഈ സാധനം.
നാണയങ്ങളിൽ പകുതിയും തിരുവിതാംകൂറാട്ടോ. അന്ന് പണ്ട് പണം ഉപയോഗിച്ചുകൊണ്ടിരുന്ന തിരുവിതാംകൂർ രാജവംശമാണ്. അപ്പോൾ അതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് തിരുവിതാംകൂറിൻ്റെ ലോഗോയൊക്കെ കണ്ടേക്കുന്നത് കേട്ടോ. കുഞ്ഞുമണി, നീ എന്ത് കളിയാണ് കളിച്ചതാ? ഇവിടെ കാലിലൊന്നും കുത്തി കയറില്ലല്ലോ അല്ലേ? ചങ്ങായി ചെരുപ്പിട്ടില്ല, ചെരുപ്പിടാണ്ട് കേട്ടോ ഓടിക്കളി മൊത്തം. നമ്മൾ മേലെ എത്തിട്ടോ. ഇങ്ങനെ കറങ്ങിപ്പോണായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കേട്ടോ, ഇതിലെങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ പാർക്ക് കേട്ടോ. ബായോ അല്ലടാ, കുറച്ചുകൂടി കാണിക്കാണ്ട് കുഞ്ഞാ. നോക്ക്, നീ ആ താഴെ പോയിട്ട് ഇഷ്ടമായോ? ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഇനി പാർക്ക് കാണാം കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പാർക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഈ കാണുന്നത് ഇത് അത്തിമരല്ലേടി? ബുഷ് വെച്ചിട്ട് നല്ല ഡിസൈൻ ചെയ്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഈ ബുഷ് ചെടിയില്ലേ, ഈ കാണുന്ന ബുഷ് ചെടി വെച്ചിട്ടാണ് ഇവിടെ എന്താ പറയുക പഴശ്ശീൻ്റെ പഴയ കട്ടിലും ഡെസ്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു നടവഴിയുണ്ട് മരത്തിന് ചുറ്റും. ഇതെന്ത് മര? ഈ കാണുന്നത് ചെമ്പക മരം കേട്ടോ. ഈ ഇരിപ്പിടം പോലെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബുഷിയടിയിൽ രാജാവിൻ്റെ എന്താ പറയുക സിംഹാസനം. ഇവിടെ ഇങ്ങനെ ഒരു തോണി, ബുഷിയടിയിൽ ഇങ്ങനെ തോണി. ഇത് ആൾക്കാർക്ക് കയറാനുള്ള ഗ്യാപ്പാന്ന് തോന്നുന്നു. ഈ കാണുന്ന ആൾക്കാർക്ക് കയറാനുള്ള ഗ്യാപ്പാന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു തോണി ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ കാണുന്ന പഴശ്ശി പാർക്കല്ല, പഴശ്ശി കുടീരത്തിൽ ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള ഒരു സ്ഥലം. പ്രായത്തിൽ ഇവിടെ ഇങ്ങനെ ഈ കാണുന്ന ഈ തെളിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ ഈ പഴയ സാധാരണ പുല്ലില്ലേ, ഈ പോതപ്പുല്ല് എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ, ഇവിടെ വയനാട്ടിൽ. ആ പോതപ്പുല്ല് ഇങ്ങനെ പിടിപ്പിക്കായിരുന്നു, നല്ല പച്ചപ്പുണ്ടായിരുന്നു. മാടത്തിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഓക്കെ പറ. കൊച്ചിൻ്റെ ഉടുപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ കാണാം. ബായ്.